കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമൊടുവിൽ താമരശ്ശേരി ചുരത്തിൻ്റെ 9ാം വളവ് പിന്നിട്ടപ്പോൾ മാത്രമാണ് ഹരിക്ക് ശ്വാസം നേരെ വീണത്. ബസിൻ്റെ വിൻഡോ ഷട്ടറിലൂടെ അരിച്ചു കയറുന്ന തണുത്ത കാറ്റിന് ഇപ്പോൾ വയനാടിൻ്റെ ഗന്ധമുണ്ട്. ഉണങ്ങിയ ഇലകളുടെയും ദൂരെ എവിടെയോ പെയ്യുന്ന മഴയുടെയും കാട്ടുപൂക്കളുടെയും സമ്മിശ്രമായ ഗന്ധം. മൊബൈൽ ഫോണിലെ ക്ലോക്കിൽ സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. ലക്കിടി എത്തിയപ്പോൾ കോടമഞ്ഞ് ബസ്സിനെ പാടെ വിഴുങ്ങി. റോഡരികിലെ മരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ മഞ്ഞിൽ നിന്ന് തല നീട്ടുകയും പിന്നിലേക്ക് മറയുകയും ചെയ്തു. ഹരി സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണടച്ച് വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചോർത്തു. ഒരു നോവൽ, അതായിരുന്നു ലക്ഷ്യം. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ഏകാന്തമായ ഒരിടം. സുഹൃത്ത് രവി വഴിയാണ് മേപ്പാടിക്കടുത്തുള്ള ഏലമല എസ്റ്റേറ്റ് ബംഗ്ലാവിനെക്കുറിച്ച് അറിഞ്ഞത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത, ഇപ്പോൾ ഉടമസ്ഥർ വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ഒരു പഴയ ഇരുനില കെട്ടിടം. ഹരിക്ക് പറ്റിയ സ്ഥലമാണ്. പക്ഷെ അവിടെ വല്ലാത്തൊരു ഏകാന്തതയാണ്. പേടിയുണ്ടെങ്കിൽ നോക്കണം, രവി തമാശ രൂപേണ പറഞ്ഞിരുന്നു. പേടിയല്ല, അതാണ് തനിക്ക് വേണ്ടതെന്ന് ഹരി മറുപടി നൽകി. കൽപ്പറ്റയിൽ ബസ് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. കുട നിവർത്തിയിട്ടും ജീൻസിൻ്റെ അടിഭാഗം നനഞ്ഞു. മുൻകൂട്ടി ഏർപ്പാടാക്കിയ ജീപ്പ് ഡ്രൈവർ മണിയൻചേട്ടൻ സ്റ്റാൻഡിൻ്റെ വടക്കേ അറ്റത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു പഴയ മഹീന്ദ്ര ജീപ്പ്. വയനാടിൻ്റെ മലമ്പാതകൾക്ക് ഇത്രയും ഇണങ്ങിയ മറ്റൊരു വാഹനമില്ല. സാറേ, ബാഗ് പുറകിൽ വെച്ചോളൂ, മഴ കനക്കുമെന്ന് തോന്നുന്നു. മണിയൻചേട്ടൻ ജീപ്പിൻ്റെ ക്യാൻവാസ് ഷീറ്റ് വശങ്ങളിലേക്ക് വലിച്ചു കെട്ടി. ടൗണിൽ നിന്ന് മാറി മേപ്പാടി റൂട്ടിലേക്ക് തിരിഞ്ഞതോടെ റോഡിൻ്റെ വീതി കുറഞ്ഞു. ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ പച്ചപ്പട്ട് വിരിച്ചതുപോലെ പരന്നു കിടക്കുന്നു. ഇടയ്ക്കിടെ തേയിലച്ചെടികൾക്കിടയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സിൽവർ ഓക്ക് മരങ്ങൾ. എസ്റ്റേറ്റിലിപ്പോൾ ആരുമില്ലേ മണിയൻചേട്ടാ? ഹരി ചോദിച്ചു. വേലുവണ്ണനുണ്ട്, കാര്യസ്ഥനാണ്. പുള്ളി ഔട്ട് ഹൗസിലാണ് താമസം. സാറിന് ആവശ്യമുള്ള ഭക്ഷണവും മറ്റും ഉണ്ടാക്കിത്തരും. പിന്നെ തോട്ടം നോക്കാൻ വരുന്ന പണിക്കാർ പകൽ വരും, വൈകുന്നേരമായാൽ പോകും. രാത്രി അവിടെ ആരും നിൽക്കാറില്ല. അതെന്താ രാത്രി ആരും നിൽക്കാത്തത്? ഹരി വെറുതെ ചോദിച്ചു. മണിയൻചേട്ടൻ ഗിയർ മാറ്റി ആക്സിലേറ്റർ അമർത്തി. ജീപ്പ് ഒരു കയറ്റം കയറാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, തോട്ടം പണിക്കാർക്ക് താഴെ ലായങ്ങളുണ്ട്, അവിടെയാണ് താമസം. പിന്നെ ആ ബംഗ്ലാവ് നിൽക്കുന്നത് കാടിനോട് ചേർന്നാണ്. രാത്രിയായാൽ നല്ല തണുപ്പും കാറ്റുമാണ്. വന്യമൃഗങ്ങളുടെ ശല്യവുമുണ്ട്. ആനയിറങ്ങും. മൃഗശല്യം അത് സാധാരണമാണ്. പക്ഷെ മണിയൻചേട്ടൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു മറച്ചുവെക്കലുണ്ടോ എന്ന് ഹരിക്ക് സംശയം തോന്നി. അത് തൻ്റെ തോന്നലാവാം. എഴുത്തുകാരുടെ ഭാവന എപ്പോഴും കഥകൾ തേടാറുണ്ടല്ലോ. ജീപ്പ് ടാർ റോഡ് വിട്ട് ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ഇരുവശവും കാട് മൂടിക്കിടക്കുന്ന വഴി. ടയറുകൾ ചരലിൽ ഉരസുന്ന ശബ്ദം മാത്രം. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ മുമ്പിൽ വലിയൊരു ഇരുമ്പ് ഗേറ്റ് കണ്ടു. തുരുമ്പെടുത്ത ഗേറ്റിന് മുകളിൽ ഏലമല എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് 1945 എന്ന് മങ്ങിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. മണിയൻചേട്ടൻ ഹോൺ മുഴക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു വയസ്സായ മനുഷ്യൻ കുടയുമായി ഗേറ്റിനടുത്തേക്ക് ഓടി വന്നു. വേലു. കറുത്തു മെലിഞ്ഞ ശരീരം, നരച്ച മുടി, കണ്ണുകളിൽ എന്തോ തിരയുന്ന ഭാവം. അയാൾ ഗേറ്റ് തുറന്നു. ജീപ്പ് അകത്തേക്ക് കയറി. ഒരു വലിയ പോർച്ചിൽ വന്ന് നിന്നു. അതൊരു സാധാരണ കെട്ടിടമായിരുന്നില്ല. ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് കെട്ടി ഓടുമേഞ്ഞ വലിയ വരാന്തയുള്ള ബംഗ്ലാവ്. ചുമരുകളിൽ പായൽ പറ്റി പിടിച്ചിരിക്കുന്നു. മുറ്റത്ത് നിറയെ ഉണങ്ങിയ ഇലകൾ. ചുറ്റും വൻമരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വൈകുന്നേരം 5 മണിയായിട്ടേ ഉള്ളൂ എങ്കിലും അവിടെ സന്ധ്യ മയങ്ങിയതുപോലെ തോന്നി. ഇതാണ് സ്ഥലം. മണിയൻചേട്ടൻ ബാഗ് ഇറക്കി വരാന്തയിൽ വെച്ചു. വേലു സാവധാനം നടന്നുവന്ന് ഹരിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ആ ചിരിയിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ അത്ഭുതമായിരുന്നു. സാറിവിടെ തനിച്ചാണോ താമസിക്കാൻ പോണേ? വേലുവിൻ്റെ ശബ്ദം നേരിയതായിരുന്നു. വിറയലുണ്ട്. അത് തണുപ്പ് കൊണ്ടാവാം. അതേ വേലുവേട്ടാ, എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന് എഴുതണം. ശല്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലം വേണമായിരുന്നു. വേലു തലയാട്ടി. ശല്യങ്ങളില്ല, പക്ഷെ സൂക്ഷിക്കണം. കാടാണ്, രാത്രി പുറത്തിറങ്ങരുത്. മണിയൻചേട്ടൻ പണം വാങ്ങി തിരിച്ചുപോയി. ജീപ്പിൻ്റെ ശബ്ദം അകന്നു പോയതോടെ
ആ എസ്റ്റേറ്റിൽ കനത്ത നിശബ്ദത നിറഞ്ഞു. ചിവീടുകളുടെ കരച്ചിൽ മാത്രം. അത് ചെവിയിൽ തുളച്ചു കയറുന്നതുപോലെ. വേലു ബംഗ്ലാവിൻ്റെ മുൻവാതിൽ തുറന്നു. ഒരു വലിയ താക്കോൽക്കൂട്ടം അയാളുടെ അരയിൽ തൂങ്ങിക്കിടന്നു. നടക്കുമ്പോൾ അവ തമ്മിലുരസി ശബ്ദമുണ്ടാക്കി. തുരുമ്പിച്ച വിചാരികൾ ഞെരക്കിക്കൊണ്ട് വാതിൽ തുറന്നു. അകത്ത് പഴകിയ തടിയുടെയും പൂപ്പലിൻ്റെയും ഗന്ധം. ഫർണിച്ചറുകൾ വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഞാനിതൊക്കെ ഇന്നലെ വൃത്തിയാക്കി വെച്ചതാണ് സാറേ. കറണ്ട് ഇടയ്ക്കിടെ പോകും. മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും അവിടെ വെച്ചിട്ടുണ്ട്. വേലു ഒരു മുറി തുറന്നു കാണിച്ചു. വിശാലമായ കിടപ്പുമുറി, വലിയ ജനലുകൾ, പഴയൊരു തേക്ക് കട്ടിൽ. ജനലിലൂടെ നോക്കിയാൽ തേയിലക്കാടുകൾ കാണാം. താഴെ അടുക്കളയിൽ സാറിന് ചായ വയ്ക്കാനുള്ള സാധനങ്ങളുണ്ട്. ഞാൻ രാത്രി 8 മണിക്ക് വന്ന് ചോറുണ്ടാക്കി തരാം. ഔട്ട് ഹൗസ് അല്പം താഴെയാണ്. ഹരി ബാഗ് മുറിയിൽ വെച്ചു. ജനൽ തുറന്നിട്ടു. തണുത്ത കാറ്റ് മുറിയിലേക്ക് ഇരച്ചു കയറി. പുറത്ത് മഞ്ഞ് കൂടുതൽ കനക്കുന്നു. ദൂരെ മലനിരകൾ കാണാതായിരിക്കുന്നു. ഇപ്പോൾ ചുറ്റും വെള്ള പുക മാത്രം. അവൻ വരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു ചാരുകസാരയുണ്ട്. അതിലിരുന്ന് അവൻ കണ്ണുകൾ അടച്ചു. നിശബ്ദത. അല്ല, അത് പൂർണ്ണമായ നിശബ്ദതയല്ല. കാറ്റിന് മരച്ചിലകൾ ഉലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുരൾച്ചയുണ്ട്. ദൂരെ എവിടെയോ ഒരു അരുവിയൊഴുകുന്ന ശബ്ദം. ഇടയ്ക്ക് ഏതോ പക്ഷി കരയുന്നു. പെട്ടെന്ന് ഹരിയുടെ ശ്രദ്ധ ഒരു മരക്കൊമ്പിലേക്ക് പോയി. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വലിയ പ്ലാവ്. അതിൻ്റെ കൊമ്പിൽ ഒരു നിഴൽ അനങ്ങിയതുപോലെ. അവൻ സൂക്ഷിച്ചു നോക്കി. ഒന്നുമില്ല. കാറ്റിൽ ഇലകൾ അനങ്ങിയതാവാം. പക്ഷെ ആ നിമിഷം മുതൽ അവനൊരു തോന്നൽ തുടങ്ങി. താൻ ഇവിടെ തനിച്ചല്ല. ആരോ എവിടെയോ ഇരുന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രി 8 മണിയായപ്പോഴേക്കും പുറത്ത് കൂരിരുട്ടായി. വേലു വന്ന് ചോറും സാമ്പാറും ഉണ്ടാക്കി. അയാൾ അധികം സംസാരിച്ചില്ല. എന്തോ ഭയം അയാളെ വേട്ടയാടുന്നതുപോലെ തോന്നി. ചോറ് വിളമ്പുമ്പോഴും അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ജനലുകൾക്ക് പുറത്തേക്ക് വായുന്നുണ്ടായിരുന്നു. വേലുവേട്ടാ, എന്താ ഇത്ര പേടി? ഇവിടെ കള്ളന്മാരുടെ ശല്യമുണ്ടോ? ഹരി ചോദിച്ചു. വേലു ഒന്ന് ഞെട്ടി. ഏയ് ഇല്ല സാറേ, കള്ളന്മാരൊന്നും ഇവിടെ വരാറില്ല. അവർക്ക് പേടിയാ, അയാൾ പറഞ്ഞു. ആരെ പേടി? ഹരി സംശയത്തോടെ വേലുവിനെ നോക്കി. അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നതാ. സാർ അതൊന്നും കാര്യമാക്കണ്ട. ഭക്ഷണം കഴിച്ചാൽ വേഗം കിടന്നോളൂ. വാതിൽ നന്നായി കുറ്റിയിടണം. ഞാൻ രാവിലെ വരാം. വേലു തിടുക്കത്തിൽ പാത്രങ്ങൾ കഴുകി വെച്ച് ഒരു ടോർച്ചുമെടുത്ത് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അയാളുടെ ടോർച്ചിൻ്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് നീങ്ങുന്നത് ഹരി ജനലിലൂടെ കണ്ടു. അത് മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. ഇപ്പോൾ ഹരിയും ആ വലിയ ബംഗ്ലാവും മാത്രം. അവൻ ലാപ്ടോപ്പ് തുറന്ന് ടേബിളിൽ വെച്ചു. എഴുതാൻ തുടങ്ങണം. പക്ഷേ വാക്കുകൾ വരുന്നില്ല. ശ്രദ്ധ മുഴുവൻ പുറത്തെ ശബ്ദങ്ങളിലാണ്. മഴ ചാറാൻ തുടങ്ങിയിരിക്കുന്നു. ഓടിനു മുകളിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം. ഹരി ബാത്റൂമിലേക്ക് നടന്നു. പഴയ സ്റ്റൈൽ ബാത്റൂമാണ്. വലിയ ടബ്, തറയിൽ മൊസൈക്ക്. പൈപ്പ് തുറന്നപ്പോൾ ആദ്യം വന്നത് ചെളിവെള്ളമാണ്. പിന്നെ തെളിഞ്ഞ വെള്ളം വന്നു. മുഖം കഴുകി നിവർന്നപ്പോൾ കണ്ണാടിയിൽ തൻ്റെ മുഖം കണ്ട് അവൻ തന്നെ ഒന്ന് ഞെട്ടി. കണ്ണാടിയുടെ ഒരു വശത്ത് പഴയൊരു വിള്ളലുണ്ട്. അത് മുഖത്തെ വികൃതമായ രീതിയിൽ കാണിക്കുന്നു. തിരിച്ചു മുറിയിലെത്തി കട്ടിലിൽ കിടന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങുന്നു. പുതപ്പ് വലിച്ചിട്ടിട്ടും വിറയൽ മാറുന്നില്ല. സമയം 12 മണിയോടടുക്കുന്നു. ഹരി ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. അപ്പോഴാണത് കേട്ടത്. ചരലിൽ ബൂട്ടിട്ട് നടക്കുന്ന ശബ്ദം. ഹരി പെട്ടെന്ന് കണ്ണു തുറന്നു. അത് സ്വപ്നമാണോ? അവൻ എഴുന്നേറ്റിരുന്ന് ചെവി കൂർപ്പിച്ചു. വീണ്ടും ആ ശബ്ദം. ഇത്തവണ കൂടുതൽ വ്യക്തമാണ്. വരാന്തയുടെ അറ്റത്തു നിന്നാണ് വരുന്നത്. ആരോ നടക്കുകയാണ്. വളരെ സാവധാനം, ഒരേ താളത്തിൽ. ഒരു കാവൽക്കാരൻ്റെ നടത്തം പോലെ. ഹരിയുടെ നെഞ്ചിടിപ്പ് കൂടി. വേലു തിരിച്ചു വന്നതാണോ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? വേലുവേട്ടാ, അവൻ വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. നടത്തം തുടർന്നു. ആ ശബ്ദം ജനലിൻ്റെ നേരെ അടുത്തെത്തി നിന്നു. ഹരി ശ്വാസമടക്കി പിടിച്ചു. ജനൽ പാതി തുറന്നാണിട്ടിരിക്കുന്നത്. കർട്ടൻ കാറ്റിൽ അനങ്ങുന്നുണ്ട്. പുറത്തുനിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് വീശുന്നു. ആരോ ജനലിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഹരിക്ക് അത് അനുഭവപ്പെട്ടു. ഒരു സാന്നിധ്യം. അവൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്
ജനലിനടുത്തേക്ക് നീങ്ങി. പുറത്തെ കൂരിരുട്ടിലേക്ക് നോക്കി. ഒന്നുമില്ല, മഞ്ഞും ഇരുട്ടും മാത്രം. പക്ഷേ ആ നിമിഷം അവനൊരു ഗന്ധം കിട്ടി. പഴയ ബീഡിയുടെ രൂക്ഷമായ ഗന്ധം. ആരോ അടുത്തിരുന്ന് ബീഡി വലിക്കുന്നത് പോലെ ശക്തമായ മണം. ഹരി വേഗം ജനൽ വലിച്ചടച്ച് കുറ്റിയിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ മുറിയിൽ ആ മണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഹരി ഉറങ്ങിയില്ല. ഓരോ ചെറിയ ശബ്ദവും അവനെ ഞെട്ടിച്ചു. ഇടയ്ക്ക് കാറ്റിൽ ജനലുകൾ വിറയ്ക്കുന്ന ശബ്ദം. എവിടെയോ ഒരു പട്ടിയുടെ ഊരിയിടൽ. പ്രഭാതമായപ്പോൾ മാത്രമാണ് അവനൊന്ന് കണ്ണടയ്ക്കാൻ കഴിഞ്ഞത്. രണ്ടാം ദിവസം വെയിൽ വന്നപ്പോൾ ഭയം അല്പം കുറഞ്ഞു. പകൽ വെളിച്ചത്തിൽ ബംഗ്ലാവ് മനോഹരമായി തോന്നി. ചുറ്റുമുള്ള തേയിലക്കാടുകൾ പച്ചപ്പട്ടുപോലെ തിളങ്ങി. വേലു രാവിലെ ചായയുമായി വന്നു. മുഖത്ത് ഇന്നലത്തെ പേടിയില്ല. സാറേ, രാത്രി ഉറങ്ങിയോ? ഇല്ല വേലുവേട്ടാ, എനിക്കൊരു തോന്നൽ. രാത്രി ആരെങ്കിലും വരാന്തയിലൂടെ നടന്നുപോയോ? വേലു ചായക്കപ്പ് ടേബിളിൽ വെക്കുന്നതിനിടെ കൈയൊന്ന് വിറച്ചു. ചായ അല്പം പുറത്തേക്ക് തെറിച്ചു. അയാൾ ഹരിയെ നോക്കിയില്ല. പട്ടികൾ വല്ലതും വന്നതാവും സാറേ. ഇവിടെ കാട്ടുപട്ടികൾ ഇറങ്ങാറുണ്ട്. പട്ടിയല്ല വേലുവേട്ടാ, ബൂട്ടിട്ട കാലൊച്ചയായിരുന്നു. പിന്നെ ബീഡിയുടെ മണവും. വേലു നിവർന്നു നിന്നു. അയാളുടെ മുഖം ഗൗരവത്തിലായി. സാറേ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വെറും തോന്നലാ. പഴയ വീടല്ലേ, കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓരോന്ന് തോന്നുന്നതാ. അയാൾ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഇന്നുച്ചയ്ക്ക് എന്ത് കറിയാ വെക്കേണ്ടത്? ഹരി കൂടുതൽ ചോദിക്കാൻ പോയില്ല. പക്ഷെ വേലു എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഹരി എസ്റ്റേറ്റിന് പുറത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. താഴെ ലായങ്ങൾ കാണാം. അവിടെ ചെന്ന് ആരെങ്കിലുമായി സംസാരിച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ചരിത്രം അറിയാൻ പറ്റും. മൺപാതയിലൂടെ താഴേക്ക് നടക്കുമ്പോൾ വഴിയരികിൽ പഴയൊരു കല്ലുകെട്ടിടത്തിൻ്റെ അവശിഷ്ടം കണ്ടു. അത് പണ്ട് കാവൽക്കാർ ഇരുന്നിരുന്ന ഔട്ട് പോസ്റ്റ് ആണെന്ന് തോന്നും. അതിനകം കാട് പിടിച്ച് കിടക്കുന്നു. ലായങ്ങളിലെത്തിയപ്പോൾ അവിടെ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാർ പണിക്ക് പോയിരിക്കുകയാണ്. മുറ്റത്തിരുന്ന് പാത്രം കഴുകുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീ ഹരിയെ കൗതുകത്തോടെ നോക്കി. ബംഗ്ലാവിലെ പുതിയ സാറാണോ? അവർ ചോദിച്ചു. അതെ, ഞാൻ എഴുതാൻ വേണ്ടി വന്നതാണ്. തനിച്ചാണോ താമസം? അതെ. അവരുടെ മുഖത്ത് ഒരു സഹതാപം വിരിഞ്ഞു. സൂക്ഷിക്കണം മോനെ, ആ ബംഗ്ലാവ് നല്ലതല്ല. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഹരി ആകാംക്ഷയോടെ ചോദിച്ചു. അവർ ചുറ്റും നോക്കി. ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവിടെ രാഘവേട്ടൻ്റെ ആത്മാവുണ്ട്. പണ്ടവിടെ വാച്ചറായിരുന്നു. രാവും പകലും ആ എസ്റ്റേറ്റായിരുന്നു പുള്ളിക്കെല്ലാം. 10 വർഷം മുമ്പ് ഒരു കാട്ടാന. അവർ വാചകം മുഴുമിപ്പിച്ചില്ല. അപ്പോഴേക്കും ദൂരെ നിന്ന് ഒരു ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. എസ്റ്റേറ്റ് മാനേജർ വരുന്നതാവാം. അവർ വേഗം എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി. ഹരി തിരിച്ചു നടന്നു. രാഘവൻ, ആ പേര് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. തിരിച്ചു ബംഗ്ലാവിലെത്തിയപ്പോൾ സന്ധ്യ ആവാറായി. അവൻ വരാന്തയിൽ കയറി. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. രാവിലെ വൃത്തിയാക്കിയ വരാന്തയിൽ ചെളി പുരണ്ട പാടുകൾ. അതൊരു മൃഗത്തിൻ്റെ കാലടികളല്ല, വലിയ ബൂട്ടിൻ്റെ പാടുകളാണ്. വരാന്തയുടെ ഒരറ്റത്ത് നിന്ന് വാതിൽക്കൽ വരെ അത് നീണ്ടു കിടക്കുന്നു. ആരും ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഹരിക്ക് ഉറപ്പാണ്. വേലു രാവിലെ പോയതാണ്. ഹരി കുനിഞ്ഞു നോക്കി. ചെളിക്കിപ്പോഴും നനവുണ്ട്. അപ്പോൾ തൊട്ടു പിന്നിൽ ഒരു ശ്വാസം വീണതുപോലെ അവന് തോന്നി. തണുത്ത ബീഡിയുടെ മണമുള്ള ശ്വാസം. ഹരി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. ശൂന്യമായ വരാന്ത. വായുവിൽ പറക്കുന്ന പൊടിപടലങ്ങൾ മാത്രം. പക്ഷെ ആ ചാരുകസാര, അത് മെല്ലെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാറ്റില്ലാത്ത അടഞ്ഞ വരാന്തയിൽ ആരോ എഴുന്നേറ്റ് പോയതുപോലെ ആ കസാര മുന്നോട്ടും പിന്നോട്ടും ആടുന്നു. ഹരിയുടെ തൊണ്ട വരണ്ടു. അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. ഇന്ന് രാത്രി എന്തോ സംഭവിക്കാൻ പോകുന്നു. അവൻ അതറിയാമായിരുന്നു. സമയം രാത്രി 10 മണി. പുറത്ത് മഴ തകർത്തു പെയ്യുന്നു. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ മുറിയിലെ നിഴലുകൾക്ക് ജീവൻ വെക്കുന്നത് പോലെ. പെട്ടെന്ന് കറണ്ട് പോയി. എല്ലാം ഇരുട്ടിലായി. ഹരി മൊബൈലിൻ്റെ ടോർച്ച് തെളിയിച്ചു. മെഴുകുതിരി തപ്പിയെടുത്ത് കത്തിച്ചു. മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചം മുറിയിൽ വിറച്ചു നിന്നു. പുറത്ത് കാറ്റ് ശക്തമായി. ജനലുകൾ ശക്തിയായി അടിച്ചു.
ഹരി ജനൽ കുറ്റിയിടാൻ ചെന്നു. ജനലിനടുത്തേക്ക് എത്തിയതും അവൻ സ്തംഭിച്ചുപോയി. പുറത്ത് മരങ്ങൾക്ക് താഴെ ഒരു വെളിച്ചം, ഒരു ടോർച്ചിൻ്റെ വെളിച്ചം. ആരോ കയ്യിൽ പിടിച്ചിരിക്കുന്നതുപോലെ അത് നീങ്ങുന്നു. വേലുവാണോ? ഈ മഴയത്തോ? വേലുവേട്ടാ, ഹരി ഉറക്കെ വിളിച്ചു. ആ വെളിച്ചം പെട്ടെന്ന് നിന്നു. പിന്നെ സാവധാനം അത് ബംഗ്ലാവിൻ്റെ നേർക്ക് തിരിഞ്ഞു. മഞ്ഞ വെളിച്ചം, പഴയ ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചം. അത് ബംഗ്ലാവിൻ്റെ പടികൾ കയറി വരാൻ തുടങ്ങി. വെളിച്ചത്തിനു പിന്നിൽ ആ രൂപം അവ്യക്തമാണ്. കോടമഞ്ഞും മഴയും കാരണം ഒന്നും വ്യക്തമല്ല. പക്ഷേ ആ നടത്തം, അത് ഇന്നലെ കേട്ട അതേ താളത്തിലാണ്. ശബ്ദം അടുത്തു വരുന്നു. ഹരി പിന്നോട്ട് മാറി. വാതിൽ പൂട്ടിയതാണോ എന്ന് ഉറപ്പുവരുത്തി. ബൂട്ടിൻ്റെ ശബ്ദം വരാന്തയിലെത്തി. ഇത്തവണ അത് വാതിലിന് മുന്നിൽ നിൽക്കുന്നില്ല. അത് നടക്കുകയാണ് ജനലിൻ്റെ അടുത്തേക്ക്. ഹരി നോക്കി നിൽക്കെ ജനൽപ്പാളികൾക്കപ്പുറത്ത് ആ വെളിച്ചം തെളിഞ്ഞു. ഒരു നിമിഷം മിന്നൽ വെളിച്ചത്തിൽ അവനത് കണ്ടു. കറുത്ത റെയിൻകോട്ടിട്ട ഒരു രൂപം. മുഖം റെയിൻകോട്ടിൻ്റെ തൊപ്പിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കൈകൾ, ജനൽ ചില്ലിൽ അമർന്നിരിക്കുന്ന ആ കൈകൾ, അത് സാധാരണ കൈകളല്ല. വിരലുകൾ നീണ്ട്, നഖങ്ങൾ വളർന്ന്, മണ്ണും ചെളിയും പിടിച്ച കൈകൾ. ഏറ്റവും ഭയാനകമായത് അതല്ലായിരുന്നു. ആ രൂപത്തിന് മുഖമുണ്ടായിരുന്നില്ല. തൊപ്പിക്കുള്ളിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിൽ നിന്ന് 2 ചുവന്ന പൊട്ടുകൾ പോലെ കണ്ണുകൾ തിളങ്ങുന്നു. ഹരി നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ആ രൂപം ജനലിൽ തട്ടി. അതൊരു ഭീഷണിയല്ല, അതൊരു മുന്നറിയിപ്പാണ്. വാതിൽ തുറക്കുക എന്നൊരു മന്ത്രിച്ച ശബ്ദം കാറ്റിലൂടെ അരിച്ചെത്തി. അത് മനുഷ്യൻ്റെ ശബ്ദമല്ല, മണ്ണിനടിയിൽ നിന്ന് വരുന്നത് പോലെയുള്ള കനത്ത പരുക്കൻ ശബ്ദം. ഹരി ടേബിളിൽ ഇരുന്ന വെള്ളം കുപ്പി തട്ടി താഴെയിട്ടു. ആ ശബ്ദത്തിൽ അവൻ സ്വബോധത്തിലേക്ക് വന്നു. അവൻ ഓടിച്ചെന്ന് ബെഡ്ഷീറ്റ് വലിച്ചിട്ട് പുതച്ചു മൂടിക്കിടന്നു, കൊച്ചുകുട്ടികളെപ്പോലെ. പുറത്തൊരു ചിരി കേട്ടു, വരണ്ട ഒരു ചിരി. പിന്നെ ബൂട്ട്സിൻ്റെ ശബ്ദം അകന്നുപോയി. പക്ഷെ മുറിയിലപ്പോഴും ആ ബീഡിയുടെ മണം തങ്ങി നിന്നു, കൂടെ ചീഞ്ഞഴുകിയ മാംസത്തിൻ്റെ ഗന്ധവും. രാവിലെ എഴുന്നേറ്റപ്പോൾ ഹരിക്ക് പനിയായിരുന്നു. കണ്ണു തുറക്കാൻ വയ്യ, ശരീരം മുഴുവൻ വേദന. വേലു ബെഡ്റൂമിലേക്ക് കടന്നു വന്നു, കയ്യിൽ ചൂടുള്ള കാപ്പി. ഹരിയുടെ അവസ്ഥ കണ്ട് അയാൾ ഭയന്നു. എന്തു പറ്റി സാറേ, പനിയാണോ? ഹരി തലയാട്ടി. അവൻ ജനലിലേക്ക് വിരൽ ചൂണ്ടി. വേലു അങ്ങോട്ട് നോക്കി. ജനൽ ചില്ലിൽ പുറത്തുനിന്ന് പതിഞ്ഞ കൈപ്പാടുകൾ, മനുഷ്യൻ്റേതിനേക്കാൾ വലിയ കൈപ്പാടുകൾ. വേലുവിൻ്റെ കയ്യിലിരുന്ന കാപ്പി ഗ്ലാസ് താഴെ വീണുടഞ്ഞു. രാഘവൻ, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വന്നു. ഇത്തവണ അവൻ വെറുതെ പോകില്ല. പനി ഒരു ലഹരി പോലെയാണ്. അത് യാഥാർത്ഥ്യത്തിനും സ്വപ്നത്തിനുമിടയിലുള്ള നേർത്ത വരയെ മായ്ച്ചു കളയും. ഹരി ആ കട്ടിലിൽ കിടന്നു വിറയ്ക്കുമ്പോൾ സമയബോധം നഷ്ടപ്പെട്ടിരുന്നു. ജനലിന് പുറത്ത് പകലാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കോടമഞ്ഞ് കെട്ടി നിൽക്കുന്നു. മുറിയിൽ വേലുവിൻ്റെ സാന്നിധ്യം അവൻ അറിയുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഭയന്നിരിക്കുകയാണ്. എന്നിട്ടും തന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. നനഞ്ഞ തുണി കൊണ്ട് നെറ്റിയിലൊപ്പുമ്പോൾ വേലുവിൻ്റെ കൈകൾ വിറയ്ക്കുന്നത് ഹരി അറിഞ്ഞു. സാറേ, നമുക്കിവിടുന്ന് മാറാം, ടൗണിലെ ആശുപത്രിയിൽ പോകാം. വേലുവിൻ്റെ ശബ്ദം ദൂരെ എവിടെ നിന്നോ വരുന്നത് പോലെ തോന്നി. ഹരി കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു. വേണ്ട വേലുവേട്ടാ, ഇതൊരു പനി മാത്രമല്ലേ, കുറയും. എനിക്ക് ആ ജനലൊന്ന് തുറക്കണം. വേണ്ട സാറേ, വേലു തടുത്തു. അത് തുറക്കണ്ട, പുറത്ത് നല്ല കാറ്റാ. വേലു കള്ളം പറഞ്ഞു. പുറത്ത് രാഘവനുണ്ടെന്ന് വേലു ഭയന്നു. പകൽ വെളിച്ചത്തിൽ പോലും രാഘവൻ എന്ന കാവൽക്കാരൻ്റെ സാന്നിധ്യം ആ എസ്റ്റേറ്റിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് വേലു വിശ്വസിച്ചിരുന്നു. ഹരി മയക്കത്തിലേക്ക് വഴുതി വീണു. പനിച്ചൂടിൽ അവൻ കണ്ട സ്വപ്നങ്ങൾ വിചിത്രമായിരുന്നു. അവനൊരു കാട്ടിലൂടെ നടക്കുകയാണ്. ചുറ്റും കൂറ്റൻ മരങ്ങൾ. മരങ്ങൾക്ക് പിന്നിൽ നിന്ന് ആയിരക്കണക്കിന് കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നു. പെട്ടെന്നൊരാനയുടെ ചിഹ്നം വിളി, മരങ്ങൾ ഒടിയുന്ന ശബ്ദം, പിന്നെ കനത്ത ബൂട്ടിൻ്റെ ശബ്ദം. അതടുത്തേക്ക് വരുന്നു. ആരോ തൻ്റെ തോളിൽ പിടിക്കുന്നു. ലൈറ്റ് അണയ്ക്കടാ എന്നൊരു പരുക്കൻ ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നു. ഹരി ഞെട്ടിയുണർന്നു. മുറിയിൽ ഇരുട്ട് പരന്നിരിക്കുന്നു. സമയം സന്ധ്യ കഴിഞ്ഞു കാണും.
വേലു കസാരയിലിരുന്ന് മയങ്ങുകയാണ്. മുറിയിലെ മേശപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാളം കാറ്റിൽ ആടിക്കളിക്കുന്നു. ഹരി എഴുന്നേറ്റിരുന്നു. ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എങ്കിലും പനിക്ക് അല്പം ശമനമുണ്ട്. അവൻ മെല്ലെ ജനലിനടുത്തേക്ക് നടന്നു. ഇന്നലെ രാത്രി കണ്ട ആ കൈപ്പാടുകൾ. അവൻ ഗ്ലാസ്സിലേക്ക് നോക്കി. അവിടെ ഒന്നുമില്ല. മഴവെള്ളം വീണ് അത് മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ ആ പാടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഗ്ലാസ്സിനൊരു മങ്ങലുണ്ട്. ആരോ ശക്തമായി അമർത്തിയതിൻ്റെ ഫലമായി ഗ്ലാസ്സിലുണ്ടായ ചെറിയൊരു പോറൽ. വേലു ഉണർന്നു. ഹരി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. സാറേ, എന്തിനാ എഴുന്നേറ്റത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല വേലുവേട്ടാ, നല്ല വിശപ്പ്. അടുക്കളയിൽ കഞ്ഞി തിളയ്ക്കുന്ന മണം. വേലു ഉണ്ടാക്കിയ ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ ഹരിക്ക് ആശ്വാസം തോന്നി. പുറത്ത് മഴ ചാറുന്നുണ്ട്. വേലുവേട്ടാ, ആരാണ് ഈ രാഘവൻ? സത്യം പറയണം, ഹരി ചോദിച്ചു. വേലു ഒന്ന് മടിച്ചു. പിന്നെ ദീർഘശ്വാസം വിട്ടു. 10-30 വർഷം ഈ എസ്റ്റേറ്റിലെ വാച്ചറായിരുന്നു രാഘവേട്ടൻ. ഒരു പട്ടാളക്കാരൻ്റെ ചിട്ടയായിരുന്നു പുള്ളിക്ക്. ഈ എസ്റ്റേറ്റായിരുന്നു പുള്ളിയുടെ ലോകം. ഉടമസ്ഥർ പോലും ഇത്ര കാര്യമായി നോക്കിയിട്ടുണ്ടാവില്ല. വൈകുന്നേരം 6 കഴിഞ്ഞാൽ പിന്നെ ആരെയും ഇങ്ങോട്ട് കയറ്റില്ല. അതാണ് നിയമം. പുള്ളി മരിച്ചതെങ്ങനെയാ? പതിവ് പോലെ റൗണ്ട്സിനിറങ്ങിയതാ. അന്ന് നല്ല മഴയായിരുന്നു. തോട്ടത്തിൻ്റെ അതിരിലുള്ള വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് വെച്ചാണ് ആന ഇറങ്ങിയത്. ഒറ്റയാനായിരുന്നു. രാഘവേട്ടൻ കണ്ടില്ല. അല്ലെങ്കിൽ കണ്ടിട്ടും ഓടിയില്ല. ടോർച്ച് തെളിയിച്ച് ആനയെ ഓടിക്കാൻ നോക്കി കാണും. പക്ഷേ വേലുവിൻ്റെ ശബ്ദമിടറി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ശരീരം ചവിട്ടി അരച്ച നിലയിലായിരുന്നു. പക്ഷേ സാറേ, മരിച്ചിട്ടും പുള്ളിക്ക് ആ യൂണിഫോമും ബൂട്ടും ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ഹരി ആലോചിച്ചു. അതൊരു പ്രേതകഥയായി അവന് തോന്നിയില്ല. തീരാത്ത ഒരു കടമയുടെ ബാക്കി പത്രം. ഇവിടെ വരുന്നവർക്കെല്ലാം ഈ അനുഭവം ഉണ്ടാവാറുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല സാറേ, വല്ലപ്പോഴും വരുന്ന ഉടമസ്ഥർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ സാറ് ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ വന്നതല്ലേ? അത് പുള്ളിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഇതൊരു കയ്യേറ്റമായി രാഘവേട്ടൻ കാണുന്നുണ്ടാവും. പിറ്റേന്ന് ഹരിയുടെ പനി പൂർണ്ണമായും മാറി. പക്ഷെ മനസ്സ് ശാന്തമായിരുന്നില്ല. വേലു പറഞ്ഞ കാര്യങ്ങൾ അവനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. രാഘവൻ എന്നത് വെറും ഒരു തോന്നലല്ല, അതൊരു ചരിത്രമാണ്. ഉച്ച കഴിഞ്ഞ് ഹരി ആ പഴയ ഔട്ട് ഹൗസിലേക്ക് നടന്നു. ലായങ്ങളിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ പൊളിഞ്ഞ കെട്ടിടം. അത് കാട് പിടിച്ച് കിടക്കുകയാണ്. വാതിൽ പാതി പൊളിഞ്ഞിരിക്കുന്നു. അകത്ത് ചിലന്തി വലകളും പൊടിയും മാത്രം. ഒരു മൂലയിൽ പഴയൊരു തടിമേശയുണ്ട്. അതിൻ്റെ കാലുകൾ ചിതൽ തിന്നിരിക്കുന്നു. ഹരി ആ മുറിയിലേക്ക് കടന്നു. തണുത്ത പഴകിയ മണം. മേശപ്പുറത്ത് തുരുമ്പിച്ചൊരു ടിൻ ബോക്സ്. പഴയ കാലത്തെ ബിസ്ക്കറ്റ് ടിന്നാണ്. അവനത് തുറന്നു നോക്കി. അകത്ത് കുറച്ച് കടലാസുകളും ഒരു ചെറിയ പുസ്തകവും ഒരു പഴയ ഡയറി. പുറംചട്ടയിൽ നൈറ്റ് ഡ്യൂട്ടി രജിസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഹരി അത് കയ്യിലെടുത്തു. നനവ് തട്ടി പേജുകൾ ഒട്ടിപ്പിടിച്ചിരുന്നു. അവൻ സൂക്ഷ്മമായി പേജുകൾ മറിച്ചു. ഓരോ ദിവസത്തെയും വിവരങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ജൂൺ 10, 1998. നോ ഇഷ്യൂസ്. റൗണ്ട് കംപ്ലീറ്റ് അറ്റ് 2 AM. ഓഗസ്റ്റ് 15, 2005. ഹെവി റെയിൻ. വാൾ കൊളാപ്സ് നിയർ സെക്ടർ 4. അക്ഷരങ്ങൾ വിറയ്ക്കുന്ന കൈപ്പടയിലാണെങ്കിലും വരികൾക്ക് പട്ടാളച്ചിട്ടയുണ്ട്. അവൻ അവസാനത്തെ പേജുകളിലേക്ക് മറിച്ചു. 2013 ഒക്ടോബർ മാസം. ഒക്ടോബർ 22. ആനയുടെ ശല്യമുണ്ട്. വേലിയുടെ അടുത്ത് കണ്ടു. ഒക്ടോബർ 23. ലായങ്ങളിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഒക്ടോബർ 24. അതായിരുന്നു അവസാനത്തെ എൻട്രി. വരികൾ പാതിയിൽ മുറിഞ്ഞിരിക്കുന്നു. ടൈം 11:45 PM. ഗേറ്റ് ഓപ്പൺ. ചെക്കിംഗ്. അത്രമാത്രം. രാത്രി 11:45 ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് രാഘവൻ പരിശോധിക്കാൻ പോയതാണ്. പിന്നെ തിരിച്ചു വന്നില്ല. ആ വരികളിൽ തൊട്ടപ്പോൾ ഹരിക്ക് വിരൽത്തുമ്പിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ആ ഡയറിയിൽ ഇപ്പോഴും രാഘവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടോ? അതോ രക്തത്തിൻ്റെയോ? ഹരി ആ ഡയറിയുമായി ബംഗ്ലാവിലേക്ക് മടങ്ങി. ആ ഡയറി ഒരു തെളിവാണ്. രാഘവൻ വെറുമൊരു മിത്തല്ല എന്നതിൻ്റെ തെളിവ്.
ബംഗ്ലാവിലെത്തിയപ്പോൾ സമയം വൈകിയിരുന്നു. വേലു വരാന്തയിൽ ലൈറ്റ് ഇട്ടു. സാറേ, ഞാനിന്ന് ഔട്ട് ഹൗസിലേക്ക് പോകുന്നില്ല. താഴെ അടുക്കളയോട് ചേർന്നുള്ള മുറിയിൽ കിടന്നോളാം. വേലുവിന് ഭയം കൂടിയിരിക്കുന്നു. ശരി വേലുവേട്ടാ, അത് നന്നായി. ഹരിക്കും അതൊരു ആശ്വാസമായിരുന്നു. രാത്രി 9 മണി. ഹരി ഹാളിലെ വലിയ ചൂരൽ കസാരയിലിരുന്ന് ഡയറി വായിക്കുകയായിരുന്നു. പുറത്ത് മഴയില്ല, പക്ഷെ മഞ്ഞ് കനത്തതാണ്. നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് പഴയ ക്ലോക്ക് 9 തവണ അടിച്ചു. പെട്ടെന്ന് ഹരിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. രാഘവൻ്റെ ഡയറിയിൽ ഒരിടത്ത് എഴുതിയിരിക്കുന്നു, രാത്രി 8 മണിക്ക് ശേഷം ബംഗ്ലാവിൻ്റെ മുൻവശത്തെ ലൈറ്റ് അണയ്ക്കണം. പ്രാണികൾ വരും, അതെൻ്റെ ശ്രദ്ധ തെറ്റിക്കും. ഹരി ഞെട്ടി തലയുയർത്തി നോക്കി. വരാന്തയിലെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. വേലു ഇട്ടതാണ്. ഹരിക്കെന്തോ അസ്വാഭാവികത തോന്നി. സാധാരണ വേലു ലൈറ്റ് ഇടാറില്ല. അവൻ എഴുന്നേറ്റ് സ്വിച്ച് ബോർഡിനടുത്തേക്ക് നടന്നു. അപ്പോഴാണ് വരാന്തയിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. അല്ല, അതൊരു നടത്തമല്ല. ആരോ വരാന്തയിൽ നിൽക്കുന്നു. ബൂട്ട് നിലത്തുറസുന്ന ശബ്ദം. അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. ഹരി ശ്വാസമടക്കി. പുറത്തു നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വന്നിരിക്കുന്നു. ലൈറ്റ് അണയ്ക്കാത്തതിലുള്ള ദേഷ്യം. ഹരിക്ക് ആരാതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചോദിച്ചില്ല. പകരം അവൻ വേഗം സ്വിച്ച് ഓഫ് ചെയ്തു. വരാന്ത ഇരുട്ടിലായി. ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ സംതൃപ്തിയോടെ എന്നവണ്ണം ഒരു മൂളൽ കേട്ടു. തുടർന്ന് ആ കാലൊച്ചകൾ പടികളിറങ്ങിപ്പോയി. ഹരിക്ക് മനസ്സിലായി, രാഘവൻ ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്. അയാൾക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ അയാൾ പ്രതികരിക്കും. പക്ഷേ ഹരിയുടെ ഉള്ളിലെ എഴുത്തുകാരൻ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതൊരു അവസരമാണ്. ഈ പ്രതിഭാസത്തെ പഠിക്കണം. അവൻ ജനലിൻ്റെ കർട്ടൻ വേഗം ലേശം നീക്കി പുറത്തേക്ക് നോക്കി. മുറ്റത്ത് മൂടൽമഞ്ഞിലൂടെ ആ വെളിച്ചം നീങ്ങുന്നത് കാണാം. ടോർച്ചിൻ്റെ മഞ്ഞ വെളിച്ചം. അത് എസ്റ്റേറ്റിൻ്റെ ഗേറ്റിന് നേരെയാണ് പോകുന്നത്. ഹരിക്കൊരു ഭ്രാന്തൻ ചിന്ത തോന്നി. അയാളെ പിന്തുടർന്നാലോ? എവിടെയാണ് രാഘവൻ പകൽ സമയം ചെലവഴിക്കുന്നത്? എന്താണ് അയാൾ തിരയുന്നത്? ഭയത്തേക്കാൾ വലിയ കൗതുകം. ഹരി ഒരു ജാക്കറ്റ് എടുത്ത് ധരിച്ചു. കയ്യിൽ മൊബൈൽ ഫോൺ മാത്രം കരുതി. അടുക്കള ഭാഗത്ത് വേലു നല്ല ഉറക്കമാണ്. ശബ്ദമുണ്ടാക്കാതെ പിൻവാതിൽ വഴി ഹരി പുറത്തിറങ്ങി. തണുപ്പ് സൂചി പോലെ ശരീരത്തിൽ തറച്ചു. മുറ്റത്തെ ചരലിൽ ചവിട്ടുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. മുന്നിൽ പോകുന്ന ആ വെളിച്ചം ഇപ്പോൾ ഗേറ്റിനടുത്താണ്. ഹരി മരങ്ങളുടെ മറവിലൂടെ നടന്നു. ആ രൂപം ഗേറ്റിന് മുന്നിൽ നിന്നു. അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് അയാൾ പരിശോധിക്കുകയാണ്. പൂട്ട് ഭദ്രമാണോ എന്ന് നോക്കുന്നു. ടോർച്ച് വെളിച്ചത്തിൽ ആ രൂപം കുറച്ചുകൂടി വ്യക്തമായി കണ്ടു. പഴയ കാക്കി യൂണിഫോം, തലയിൽ തൊപ്പി. പക്ഷേ ശരീരം, അത് സുതാര്യമാണ്. മഞ്ഞ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുന്നത് പോലെ. എന്നാൽ ആ ബൂട്ട്, അത് മണ്ണിൽ പതിയുന്നുണ്ട്. ഓരോ ചുവടിലും മണ്ണമരുന്നുണ്ട്. രാഘവൻ ഗേറ്റ് പരിശോധിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് ഹരി ഒരു വലിയ സിൽവർ ഓക്ക് മരത്തിന് പിന്നിൽ ഒളിച്ചു. രാഘവൻ നേരെ വരുന്നത് ഹരി നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ഹരിയുടെ നെഞ്ചിടിപ്പ് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. ആ രൂപം അടുത്തു വരുന്നു. ബീഡിയുടെ മണം കാറ്റിൽ ഒഴുകിയെത്തി. ഇത്തവണ അത് വളരെ രൂക്ഷമാണ്. സഹിക്കാൻ പറ്റാത്ത നാറ്റം. രാഘവൻ ഹരി ഒളിച്ചു നിൽക്കുന്ന മരത്തിന് തൊട്ടടുത്തെത്തി നിന്നു. ടോർച്ച് വെളിച്ചം ചുറ്റും പരതി. ഹരി ശ്വാസം പോലും വിടാതെ നിന്നു. പെട്ടെന്ന് രാഘവൻ തലയുയർത്തി. മരത്തിന് മുകളിലേക്ക് ടോർച്ചടിച്ചു. അവിടെ മരച്ചില്ലയിൽ ഒരു കാട്ടുപൂച്ച ഇരിക്കുന്നുണ്ടായിരുന്നു. വെളിച്ചം കണ്ടതും അത് ചാടിപ്പോയി. രാഘവൻ വീണ്ടും നടന്നു. അയാൾ തന്നെ കണ്ടില്ലേ? അതോ കണ്ടിട്ടും എസ്റ്റേറ്റിനുള്ളിലായതുകൊണ്ട് ഉപദ്രവിക്കാതിരുന്നതാണോ? അയാൾ നടന്നുപോയി. ഔട്ട് ഹൗസിൻ്റെ ദിശയിലേക്കാണ് പോകുന്നത്. ഹരി കുറച്ച് സമയം കൂടി അവിടെ നിന്നു. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത്. മരത്തിന് താഴെ രാഘവൻ നിന്നിരുന്ന സ്ഥലത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നു. ഹരി മൊബൈൽ ടോർച്ച് അടിച്ചു നോക്കി. അതൊരു ബീഡിക്കുറ്റിയായിരുന്നു. പക്ഷെ അത് വെറും കുറ്റിയല്ല. അതിൽ നിന്ന് ഇപ്പോഴും നേരിയ പുക ഉയരുന്നുണ്ടായിരുന്നു. നനഞ്ഞ മണ്ണിൽ കെടാതെ കിടക്കുന്ന ഒരു ബീഡിക്കുറ്റി. ഹരി കുനിഞ്ഞ് അതിൽ തൊട്ടുനോക്കി. ചൂട്, യഥാർത്ഥ തീയുടെ ചൂട്. പ്രേതങ്ങൾ വലിക്കുന്ന ബീഡിക്ക് ചൂടുണ്ടാകുമോ? അതോ താൻ കാണുന്നത് പ്രേതത്തെയല്ല,
ജീവിച്ചിരിക്കുന്ന മറ്റാരെങ്കിലുമാണോ? പക്ഷെ ആ സുതാര്യമായ ശരീരം, ഹരിയുടെ യുക്തിയും വിശ്വാസവും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ ശാന്തമായിരുന്നു. രാഘവനെ കണ്ടില്ല, ശബ്ദങ്ങളും കേട്ടില്ല. ഹരി തൻ്റെ നോവലിൻ്റെ എഴുത്തിലേക്ക് കടന്നു. മഞ്ഞിലെ കാവൽക്കാരൻ എന്ന് നോവലിന് പേരിട്ടു. പക്ഷേ സമാധാനം അധികം നീണ്ടുനിന്നില്ല. 3-ാം ദിവസം രാത്രി 11 മണി. ഹരി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഈ രാത്രി ആരാണ്? വേലു അടുക്കളയിലുണ്ട്. അവനും ശബ്ദം കേട്ട് ഓടി വന്നു. മാനേജർ സാറാണോ? വേലു സംശയിച്ചു. ഹരി വാതിൽ തുറന്നു. പുറത്ത് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപരിചിതനായ ഒരാളാണ്. കറുത്ത കോട്ട് ധരിച്ച മധ്യവയസ്കനായ ഒരാൾ. കയ്യിലൊരു ബ്രീഫ് കേസ് ഉണ്ട്. മിസ്റ്റർ ഹരി? അയാൾ ചോദിച്ചു. അതെ, ഹരി മറുപടി പറഞ്ഞു. ഞാൻ ജോസഫ്, ഈ എസ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ ലീഗൽ അഡ്വൈസറാണ്. അയാൾ അകത്തേക്ക് കയറി. ആ സമയത്തുള്ള വരവ് ഹരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്ഷമിക്കണം, ഇത്ര വൈകി വന്നതിന്. ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒന്ന് കയറണമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിരുന്നു. ജോസഫ് സോഫയിലിരുന്നു. വേലു വെള്ളം കൊണ്ടുവന്നു. എന്താ കാര്യം? ഹരി ചോദിച്ചു. ഹരി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഹരി കള്ളം പറഞ്ഞു. പ്രേതത്തെക്കുറിച്ച് പറഞ്ഞ് ആളാകാൻ അവന് താല്പര്യമില്ലായിരുന്നു. ജോസഫ് ചുറ്റും നോക്കി. അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു നിഗൂഢത. നന്നായി, ഈ ബംഗ്ലാവ് വിൽക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ വാങ്ങാൻ വരുന്നവർക്ക് ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്നറിയാൻ ഹരിയുടെ അഭിപ്രായം സഹായിക്കും. സംസാരത്തിനിടയിൽ ജോസഫ് ഒരു കാര്യം പറഞ്ഞു. പിന്നെ പഴയൊരു കഥയുണ്ട് ഇവിടെ, രാഘവൻ എന്ന വാച്ചറെക്കുറിച്ച്. നാട്ടുകാർ പലതും പറയും. ഹരി അതൊന്നും വിശ്വസിക്കരുത്. അയാൾ മരിച്ചത് ആന കുത്തിയിട്ടൊന്നുമല്ല. ഹരി ഞെട്ടി. പിന്നെ? ജോസഫ് ചിരിച്ചു. അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ഈ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ വിഷം കഴിച്ച് ആ കാവൽപ്പുരയിൽ കിടന്ന് മരിച്ചതാണ്. ബോഡി കിട്ടുമ്പോൾ 2 ദിവസം പഴക്കമുണ്ടായിരുന്നു. ആന കുത്തി എന്നത് വെറും കഥയാണ്. ഹരി വേലുവിനെ നോക്കി. വേലുവിൻ്റെ മുഖം വിളറിയിരിക്കുന്നു. അയാൾക്ക് ഈ സത്യം അറിയില്ലായിരുന്നോ? അതോ ജോസഫ് കള്ളം പറയുന്നതാണോ? ജോസഫ് പോയി കഴിഞ്ഞപ്പോൾ ഹരി വേലുവിനോട് ചോദിച്ചു. വേലു ഏട്ടാ, അയാൾ പറഞ്ഞത് സത്യമാണോ? വേലു തല താഴ്ത്തി. എനിക്കറിയില്ല സാറേ, അന്ന് ഞാനിവിടെ ജോലിക്ക് ചേർന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞത് ആന കുത്തിയെന്നാണ്. അന്ന് രാത്രി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. രാഘവൻ മരിച്ചത് ആന കുത്തിയിട്ടല്ലെങ്കിൽ ആ ഡയറിയിലെ അവസാന വരികൾ. ടൈം 11:45 PM. ഗേറ്റ് ഓപ്പൺ. ചെക്കിംഗ്. ഇതെഴുതിയ ശേഷം അയാൾ വിഷം കഴിച്ചതാണോ? അതോ കൊല്ലപ്പെട്ടതാണോ? അന്ന് രാത്രി 12 മണിക്ക് ബൂട്ടിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഓടിനു പുറത്ത് കനത്ത കാൽവയ്പ്പുകൾ. ആരോ മേൽക്കൂരയിലൂടെ നടക്കുന്നു. മുകളിൽ നിന്ന് പൊടിയും ഓടിൻ്റെ കഷ്ണങ്ങളും താഴേക്ക് വീഴുന്നു. ഹരി മുകളിലേക്ക് നോക്കി നിന്നു. രാഘവൻ എന്തിനാണ് മുകളിൽ കയറിയത്? അയാൾ എന്തെങ്കിലും തിരയുകയാണോ? അല്ലെങ്കിൽ? പെട്ടെന്നൊരു ചിന്ത ഹരിയുടെ തലയിൽ മിന്നി. ആത്മഹത്യ ചെയ്തവർ കാവൽക്കാരാകില്ല, അവർ പ്രതികാരദാഹികളാകും. ഇത്രയും നാൾ രാഘവൻ കാവൽക്കാരനായിരുന്നു എന്ന് കരുതിയത് തെറ്റാണോ? അയാൾ ഈ ബംഗ്ലാവിനെ സംരക്ഷിക്കുകയല്ല, മറിച്ച് ഇവിടെയുള്ള ആരെയും പുറത്തുവിടാതെ തടവിലിട്ടിരിക്കുകയാണോ? ആ ശബ്ദം ഹരിയുടെ മുറിയുടെ നേരെ മുകളിലെത്തി നിന്നു. പിന്നെ വലിയൊരു ശബ്ദം, എന്തോ ഭാരമുള്ള വസ്തു മുകളിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ. തുടർന്ന് ചിമ്മിനിയിലൂടെ ഒരു കറുത്ത ദ്രാവകം ഫയർപ്ലേസിലേക്ക് ഒഴുകിയിറങ്ങി. അത് മഴവെള്ളമായിരുന്നില്ല, കറുത്ത കൊഴുത്ത ദ്രാവകം. പഴയ കരിയോയിലിൻ്റെ മണം, കൂടെ ആ ബീഡിയുടെ ഗന്ധവും. ഹരി ഫയർപ്ലേസിനടുത്തേക്ക് നീങ്ങി. ആ ദ്രാവകത്തിൽ എന്തോ ഒന്ന് കിടക്കുന്നു, ഒരു ചെറിയ ലോഹപ്പൊതി. ഹരി അതെടുത്തു നോക്കി. അതൊരു പഴയ വിസിലായിരുന്നു. പോലീസുകാരും വാച്ചർമാരും ഉപയോഗിക്കുന്ന തരം വിസിൽ. അതിൽ ചോര കട്ട പിടിച്ചിരിക്കുന്നു. ഹരി ആ വിസിൽ കയ്യിലെടുത്തതും പുറത്ത് നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങി. എസ്റ്റേറ്റിലെങ്ങും നായ്ക്കളുടെ ഓരിയിടൽ മുഴങ്ങി. അവനു മനസ്സിലായി, താൻ രാഘവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു തൊട്ടിരിക്കുന്നു. ഇനി കളി മാറും.
ഇത് വെറും നിരീക്ഷണമല്ല, ഇതൊരു വേട്ടയാണ്. കയ്യിലിരിക്കുന്ന ആ പഴയ വിസിലിലേക്ക് നോക്കി ഹരി കുറേ നേരം ഇരുന്നു. ചോരക്കറ ഉണങ്ങിപ്പിടിച്ച ആ ലോഹക്കഷ്ണം ഒരു സാധാരണ വസ്തുവല്ല, അതൊരു തെളിവാണ്. ഒപ്പം വലിയൊരു അപായ സൂചനയും. പുറത്ത് നായ്ക്കളുടെ ഓരിയിടൽ നിലച്ചിട്ടില്ല. കാറ്റ് ജനലുകളെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ ആഞ്ഞടിക്കുന്നു. ഹരി വേലുവിനെ വിളിച്ചു. അടുക്കള മുറിയിൽ നിന്ന് വേലു വിറച്ചുകൊണ്ട് കടന്നു വന്നു. വേലു ഏട്ടാ, ഇത് നോക്ക്. ഹരി വിസിൽ നീട്ടി. അത് കണ്ടതും വേലു ഞെട്ടി പുറകോട്ട് മാറി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് രാഘവേട്ടൻ്റേതാണ്. ആ മരിക്കുന്ന ദിവസം പുള്ളി കഴുത്തിലിട്ടിരുന്നതാ. ഇത് ചിമ്മിനിയിൽ നിന്ന് കിട്ടിയതാണ് വേലുവേട്ടാ. സത്യം പറ, രാഘവൻ ആത്മഹത്യ ചെയ്തതല്ലല്ലോ, ആന കൊന്നതുമല്ല. ഇവിടെ വേറെന്തോ നടന്നിട്ടുണ്ട്. വേലു നിലത്തിരുന്നു പോയി. അയാൾ പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാമായിരുന്നു സാറേ, സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന്. വേലു പറഞ്ഞു തുടങ്ങി. 10 വർഷം മുമ്പത്തെ കഥ. അന്ന് ഈ എസ്റ്റേറ്റ് വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പഴയ ഉടമസ്ഥർക്ക് ഇത് വിൽക്കാൻ തിടുക്കമായി. പക്ഷേ വനം വകുപ്പിൻ്റെ നിയമപ്രശ്നങ്ങൾ കാരണം മരങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നു. ഈ എസ്റ്റേറ്റിൽ നിറയെ ഈട്ടിമരങ്ങളും ചന്ദനവുമാണ്. അഡ്വക്കേറ്റ് ജോസഫ്, അന്ന് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയ സമയമാണ്. രാത്രി കുറച്ച് ലോറികൾ എസ്റ്റേറ്റിലേക്ക് വന്നു മരം കടത്താൻ. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് രാഘവേട്ടനാണ്. പുള്ളി അത് തടഞ്ഞു. ഉടമസ്ഥർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടും രാഘവേട്ടൻ ഗേറ്റ് തുറന്നില്ല. എൻ്റെ ഡ്യൂട്ടി സമയം കഴിയാതെ ഇവിടെ നിന്നൊരു മരച്ചില്ല പോലും പുറത്തു പോകില്ല എന്ന് പുള്ളി തറപ്പിച്ചു പറഞ്ഞു. വേലു വിറച്ചുകൊണ്ട് തുടർന്നു. അവർ തമ്മിൽ വഴക്കായി. ജോസഫും കൂടെ വന്ന ഗുണ്ടകളും ചേർന്ന് രാഘവേട്ടനെ മർദ്ദിച്ചു. ഞാൻ ഔട്ട് ഹൗസിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പേടിച്ചിട്ടാ സാറേ, ഒരക്ഷരം മിണ്ടിയില്ല. രാഘവേട്ടൻ അവസാനം വരെ പൊരുതി. ഇതിനിടയിൽ പുള്ളിയുടെ വിസിൽ എങ്ങനെയോ ചിമ്മിനിയിലേക്ക് വീണ് കാണും. അല്ലെങ്കിൽ പുള്ളി തന്നെ വലിച്ചെറിഞ്ഞതാവാം, ഒരു തെളിവായിട്ട്. അവർ രാഘവേട്ടനെ കൊന്നോ? അതെ, കൊന്ന കാടിനുള്ളിലെ പൊട്ടക്കിണറ്റിൽ തള്ളി. എന്നിട്ട് ആന കൊന്നതാണെന്ന് കഥയുണ്ടാക്കി. മൃതദേഹത്തെക്കുറിച്ച് ചോദിച്ചവരോട് ആനയുടെ ചവിട്ടേറ്റ് ശരീരം വികൃതമായെന്നും അതുകൊണ്ട് ആരെയും കാണിക്കാൻ നിൽക്കാതെ ദഹിപ്പിച്ചുവെന്നും കഥയുണ്ടാക്കി. അന്നു മുതൽ രാഘവേട്ടൻ ഇവിടെയുണ്ട്. ആ ലോറികൾ വന്ന വഴിയിലൂടെ, മരങ്ങൾ പോയ വഴിയിലൂടെ ഇന്നും പുള്ളി കാവൽ നടക്കുന്നു. ഹരിക്ക് ആ ചിത്രം വ്യക്തമായി. രാഘവൻ ആരെയും ഉപദ്രവിക്കുകയായിരുന്നില്ല. അയാൾ ഇന്നും ആ കള്ളന്മാരെ കാത്തിരിക്കുകയാണ്, തൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കാൻ. പിറ്റേന്ന് രാവിലെ അന്തരീക്ഷം ശാന്തമായിരുന്നു. അതൊരു കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണെന്ന് ഹരിക്ക് തോന്നി. ഹരി ആ ഡയറിയും വിസിലും ഒരു ബാഗിൽ ഭദ്രമായി എടുത്തു വെച്ചു. ഇത് പോലീസിൽ ഏൽപ്പിക്കണം, വേലു സാക്ഷിയാകും. ഉച്ചയോടെ ഹരി ടൗണിലേക്ക് പോകാൻ തയ്യാറെടുത്തു. പക്ഷെ ജീപ്പ് വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ സിഗ്നലില്ല. ലാൻഡ് ലൈൻ ഡെഡാണ്. ഇന്നലത്തെ കാറ്റിൽ പോസ്റ്റ് മറിഞ്ഞു കാണും, വേലു പറഞ്ഞു. അപ്പോഴാണ് ഗേറ്റിലൊരു കാർ വന്നു നിന്നത്. ഇന്നലെ വന്ന അതേ കാർ. അഡ്വക്കേറ്റ് ജോസഫ്. പക്ഷെ ഇത്തവണ അയാൾ തനിച്ചല്ല, കൂടെ ദൃഢഗാത്രരായ 2 ആളുകൾ കൂടിയുണ്ട്. ഹരി വരാന്തയിൽ ഇറങ്ങി നിന്നു. ജോസഫ് ചിരിച്ചുകൊണ്ട് കടന്നു വന്നു. പക്ഷെ ആ ചിരിയിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. ഹരി പോകാനിറങ്ങിയതാണോ? അയാൾ ചോദിച്ചു. അതെ, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, പഴയ ചരിത്രങ്ങൾ. ഹരി ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ജോസഫിൻ്റെ മുഖം മാറി. അയാൾ ഹരിയുടെ കയ്യിലുള്ള ബാഗിലേക്ക് നോക്കി. ആ ഡയറി എനിക്ക് വേണം ഹരി, അത് എസ്റ്റേറ്റിൻ്റെ സ്വത്താണ്, അയാൾ പറഞ്ഞു. ഇതൊരു തെളിവാണ് ജോസഫേ, കൊലപാതകത്തിൻ്റെ തെളിവ്. ജോസഫ് പൊട്ടിച്ചിരിച്ചു. കൊലപാതകമോ? ആരുടെ? പ്രേതത്തിൻ്റെയോ? ഹരി, നീ ഒരു എഴുത്തുകാരനാണ്. നിന്റെ ഭാവനയ്ക്ക് പോലീസ് വില കൊടുക്കില്ല. ആ ഡയറി ഇങ്ങുതാ, നീ സുഖമായി തിരിച്ചു വെക്കോ. അവർ ഹരിയുടെ അടുത്തേക്ക് നീങ്ങി. കൂടെ വന്ന ഗുണ്ടകൾ വരാന്തയിലേക്ക് കയറി. ഹരി പിന്നോട്ട് മാറി. വേലുവേട്ടാ, അവൻ വിളിച്ചു. പക്ഷെ വേലുവിനെ കാണാനില്ല. പേടിച്ച് എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടാവും. ആ കിളവനെ നോക്കണ്ട, അവന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല, ജോസഫ് പുച്ഛിച്ചു.
അവർ ഹരിയെ വളഞ്ഞു. ബംഗ്ലാവിനുള്ളിൽ വെച്ച് ബലപ്രയോഗം നടന്നു. ഗുണ്ടകളിലൊരാൾ ഹരിയെ പിടിച്ചു തള്ളി. അവൻ സോഫയിലേക്ക് വീണു. ബാഗ് തെറിച്ചുപോയി. ജോസഫ് ബാഗ് എടുക്കാൻ കുനിഞ്ഞു. കൃത്യം ആ നിമിഷം ഇവിടെ നിന്നോ ഒരു കാറ്റ് വീശിയടിച്ചു. അടച്ചിട്ട ജനലുകൾ ഒരേ സമയം തുറന്നു. വലിയൊരു ശബ്ദത്തോടെ വാതിൽ വലിച്ചടഞ്ഞു. പെട്ടെന്ന് മുറിയിൽ ഇരുട്ട് പരന്നു. പകൽ വെളിച്ചം പുറത്തു പോയതുപോലെ. ജോസഫ് ഒന്ന് പകച്ചു. എന്താടാ ഇത്? ലൈറ്റിട്. ഒരാൾ ടോർച്ച് തെളിച്ചു. ആ വെളിച്ചത്തിൽ അവർ കണ്ടു, ചുവരിലെ പഴയ ക്ലോക്ക് വേഗത്തിൽ കറങ്ങുന്നു. സെക്കൻഡ് സൂചി സ്പീഡിൽ ഓടുന്നു. സമയം വൈകുന്നേരം 6 മണിയായി എന്ന് ക്ലോക്ക് കാണിച്ചു. 6 തവണ മണി മുഴങ്ങി. ഡ്യൂട്ടി സമയം തുടങ്ങി. വാടാ, നമുക്ക് പോകാം. ഇവനെന്തോ സൂത്രപ്പണി ചെയ്തതാ. ജോസഫ് ബാഗുമെടുത്ത് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ലോക്ക് ജാമാണ്. അനങ്ങുന്നില്ല. തുറക്കടാ, അയാൾ ഉറക്കെ അലറി. അപ്പോഴാണ് ആ മണം വന്നത്. രൂക്ഷമായ ബീഡിയുടെ ഗന്ധം, ഒപ്പം നനഞ്ഞ മണ്ണിൻ്റെയും പഴയ തുകൽ ബൂട്ടിൻ്റെയും മണം. മുറിയിലെ താപനില കുത്തനെ കുറഞ്ഞു. ശ്വാസം ആവിയായി പുറത്തേക്ക് വരുന്നത് കാണാം. ഹാളിൻ്റെ മുകളിലെ പടവുകളിൽ നിന്ന് ഒരു ശബ്ദം. ബൂട്ടിൻ്റെ ശബ്ദം. സാവധാനം, ഉറച്ച കാൽവയ്പ്പുകൾ. ജോസഫും കൂട്ടരും മുകളിലേക്ക് നോക്കി. പടവുകളിറങ്ങി ആരും വരുന്നില്ല. പക്ഷേ ശബ്ദം ഇറങ്ങി വരുന്നുണ്ട്. ഓരോ പടിയിലും അദൃശ്യമായ ഭാരം അമരുന്ന ശബ്ദം. ആരടാ ഇവിടെ? ഗുണ്ടകളിലൊരാൾ കത്തിയെടുത്തു. ശബ്ദം പടികളിറങ്ങി താഴെയെത്തി. ഇപ്പോൾ അത് ജോസഫിൻ്റെ നേരെ നടന്നു വരുന്നു. തറയിലെ പൊടിയിൽ അദൃശ്യമായ ബൂട്ടിൻ്റെ പാടുകൾ പതിയുന്നത് അവർ കണ്ടു. ജോസഫ് പേടിച്ചു വിറച്ചു. രാഘവൻ. അയാളുടെ നാവിൽ നിന്ന് അറിയാതെ ആ പേര് വീണു. പെട്ടെന്ന് ജോസഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ആരോ പിടിച്ചു പറിച്ചതുപോലെ തെറിച്ചുപോയി. അത് വായുവിൽ ഉയർന്നു നിന്ന് ഹരിയുടെ അടുത്തേക്ക് വീണു. തുടർന്ന് അദൃശ്യമായ ഒരു കൈ ജോസഫിൻ്റെ കഴുത്തിൽ മുറുകി. അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കൂടെ വന്നവർ പേടിച്ച് ജനൽ വഴി ചാടി ഓടാൻ നോക്കി. പക്ഷേ ജനലിനു പുറത്ത് ആയിരക്കണക്കിന് മിന്നാമിനുങ്ങുകൾ പോലെ ചുവന്ന കണ്ണുകൾ. രാഘവൻ തനിച്ചല്ല. ആ എസ്റ്റേറ്റിലെ പ്രകൃതി മുഴുവൻ അയാൾക്ക് കൂട്ടുണ്ട്. ജോസഫ് തറയിൽ വീണു. അയാളുടെ കഴുത്തിൽ വലിയ വിരൽപ്പാടുകൾ തെളിഞ്ഞു. അയാൾക്ക് അനങ്ങാൻ വയ്യ. ഒരു രൂപം, മഞ്ഞുകൊണ്ടുണ്ടാക്കിയതുപോലെ അവ്യക്തമായ ഒരു രൂപം ജോസഫിൻ്റെ മുന്നിൽ രൂപപ്പെട്ടു. അതിനു മുഖമില്ല. പക്ഷേ കയ്യിലൊരു ലാത്തിയുണ്ട്. ആ ലാത്തി ഉയർന്നു. തറയിൽ ഒരടി. അതൊരു താക്കീതാണ്. ഇറങ്ങിപ്പോ. മണ്ണിനടിയിൽ നിന്ന് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം. ജോസഫ് ജീവനും കൊണ്ട് ഇഴഞ്ഞ് വാതിലിനടുത്തേക്ക് നീങ്ങി. ഇത്തവണ വാതിൽ തനിയെ തുറന്നു. അയാൾ പുറത്തേക്ക് ഓടി. കൂടെ വന്നവരും പിന്നാലെ ഓടി. അവർ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കാർ അനങ്ങുന്നില്ല. പുറകിലെ സീറ്റിൽ റിയർവ്യൂ മിററിലൂടെ ജോസഫ് കണ്ടു, കാക്കി തൊപ്പി വെച്ച രൂപം പിൻസീറ്റിലിരിക്കുന്നു. അയാൾ കാറിൽ നിന്ന് ചാടിയിറങ്ങി. കോടമഞ്ഞിലേക്ക് അവർ ഓടിമറഞ്ഞു. അവരുടെ നിലവിളി എസ്റ്റേറ്റിൽ മുഴങ്ങി. അവർക്ക് വഴി തെറ്റി. ആ എസ്റ്റേറ്റിലെ ഓരോ മരവും രാഘവൻ അറിയാം. അവർക്ക് പുറത്തു പോകാനുള്ള വഴി ഇനി രാഘവൻ കാണിച്ചാലേ കിട്ടൂ. ബംഗ്ലാവിനുള്ളിൽ വീണ്ടും ശാന്തത വന്നു. ഹരി എഴുന്നേറ്റു. മുറിയിലിപ്പോൾ ഭയമില്ല. ഒരു സംരക്ഷകന്റെ സാന്നിധ്യം മാത്രം. അവൻ തറയിൽ കിടന്ന ബാഗ് എടുത്തു. വരാന്തയിലേക്ക് നടന്നു. അവിടെ ചാരുകസാരയിൽ ഒരാളിരിക്കുന്നത് പോലെ തോന്നി. ഒരു പുകച്ചുരുൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഹരി ആ കസാരയ്ക്ക് നേരെ കൈകൂപ്പി. നന്ദിയുണ്ട് രാഘവേട്ട. ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി വിശ്രമിച്ചൂടെ? ഒരു നിമിഷത്തെ നിശബ്ദത. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വിസിൽ ശബ്ദം കേട്ടു. നീണ്ട മുഴക്കമുള്ള ഒരു വിസിൽ. അതൊരു വിജയത്തിൻ്റെ വിസിലായിരുന്നു. അല്ലെങ്കിൽ ഡ്യൂട്ടി അവസാനിച്ചതിൻ്റെ അറിയിപ്പ്. ആ പുകച്ചുരുൾ കാറ്റിൽ അലിഞ്ഞുപോയി. ബംഗ്ലാവിന് ചുറ്റും കെട്ടിക്കിടന്ന കോടമഞ്ഞ് സാവധാനം നീങ്ങിത്തുടങ്ങി. ആദ്യമായി എസ്റ്റേറ്റിൽ വെയിൽ വീണു. വേലു ഔട്ട് ഹൗസിൻ്റെ പിന്നിൽ നിന്ന് ഓടി വന്നു. സാറേ, അവർ പോയോ? പോയി വേലു ഏട്ടാ, ഇനി വരില്ല. പോലീസിനെ വിളിക്കാം. ജോസഫ് വഴിയരികിൽ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും. പോലീസ് വരുമ്പോൾ ജോസഫും കൂട്ടരും എസ്റ്റേറ്റിൻ്റെ അതിർത്തിയിൽ
പേടിച്ച് ബോധം കെട്ട നിലയിലായിരുന്നു. അവരുടെ മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നു. പ്രേതത്തെ കണ്ടു, മരം നടന്നു വരുന്നത് കണ്ടു എന്നൊക്കെയാണ് അവർ പുലമ്പിയത്. പക്ഷെ ഹരി കൊടുത്ത ഡയറിയും വേലുവിൻ്റെ മൊഴിയും പഴയ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചു. കിണറ്റിൽ നിന്ന് രാഘവൻ്റെ അസ്ഥികൂടം കണ്ടെടുത്തു. അപ്പോഴും ആ അസ്ഥികൂടത്തിൻ്റെ കാലിൽ ദ്രവിച്ചു തുടങ്ങിയ ആ പഴയ ലെതർ ബൂട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഹരി തിരികെ പോകാൻ തയ്യാറായി. നോവൽ പൂർത്തിയായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അവന് കിട്ടിയത്. ബാഗ് എടുത്ത് ജീപ്പിൽ കയറുമ്പോൾ അവൻ വേലുവിനെ നോക്കി. വേലുവേട്ടാ, ഇനി പേടിക്കണ്ട. രാഘവേട്ടൻ ശാന്തനായി. വേലു ചിരിച്ചു. സമാധാനമുള്ള ചിരി. ഇല്ല സാറേ, പുള്ളി ഇനിയും വരും. പക്ഷേ ഇനി പേടിപ്പിക്കാനല്ല, ഈ എസ്റ്റേറ്റ് നോക്കാൻ. അതാണല്ലോ പുള്ളിയുടെ ജീവിതം. ജീപ്പ് ഗേറ്റ് കടന്നുപോയി. ഹരി തിരിഞ്ഞു നോക്കി. ആ ഗേറ്റിന് മുകളിൽ ഉച്ചവെയിലിൽ തിളങ്ങുന്ന ഒരു രൂപം. കാക്കി യൂണിഫോം ധരിച്ച, കയ്യിൽ ലാത്തി പിടിച്ച ഒരു കാവൽക്കാരൻ. അയാൾ തന്നെ നോക്കി സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഹരിക്ക് തോന്നി. കണ്ണ് ചിമ്മി തുറന്നപ്പോൾ അവിടെ ആരുമില്ല. ഒരു സിൽവർ ഓക്ക് മരം മാത്രം കാറ്റിൽ തലയാട്ടുന്നു. പക്ഷെ കാറ്റിലൊഴുകി വന്ന ഗന്ധം ഹരി തിരിച്ചറിഞ്ഞു. ഒരു പഴയ ബീഡിയുടെ നേരിയ ഗന്ധം. മഞ്ഞിൽ മാഞ്ഞ കാവൽക്കാരൻ തൻ്റെ ഡ്യൂട്ടി തുടരുകയാണ്.